ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാൻ സാബിറ. ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ എപ്പോഴും പറയല്ലോ, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് വേണം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാം, അതുവഴി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തയ്ക്ക് ബിലീവ് യുവർ സെൽഫ്, നമ്മളെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിവിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഈ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ സൃഷ്ടാവ് നമ്മളെ വഴി നടത്തും, നമ്മെ സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ ഒരു വിശ്വാസം നമ്മളിൽ നല്ലൊരു ശക്തി ഉണർത്തപ്പെടുന്ന പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വിഷ്വലൈസേഷൻ, നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു വിജയുടെ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോ അത് മായ്ച്ചു കളയാനാവാത്ത വിധം നമ്മൾ മുദ്ര പതിപ്പിക്കുക മനസ്സിൽ. അപ്പോ ഈ ഒരു ചിത്രം വികസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് എപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നെഗറ്റീവ് ചിന്തകൾ വന്നാലും ഇറ്റ്സ് ഓക്കെ, പോസിറ്റീവായ ചിന്തകൾ പ്രസരിപ്പിച്ച് ആ നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുള്ള ആൾക്കാരെ നോക്കി ഭയങ്കര സംഭവം എന്നൊക്കെ പറയുമല്ലോ, പക്ഷെ നമ്മളാവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ പുറത്ത് കാണുന്ന ആൾക്കാരിൽ പുറത്ത് കാണുന്ന ഗമയ്ക്കും പത്രാസിനും അപ്പുറം അവരും ഒരുപക്ഷെ ഉള്ളിൽ ഭയത്തിന് അടിമകളായിരിക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളാവാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പീസ്ഫുൾ മൈൻഡ് ജനറേറ്റ് പവർ. സമാധാനമുള്ളൊരു മനസ്സ് ശക്തി ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത്. അപ്പോ ഈ സമാധാനമുള്ള മനസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് പറയുന്ന എംപ്റ്റി യുവർ മൈൻഡ്, നമ്മുടെ മനസ്സിനെ കാലിയാക്കിയിടുക. അപ്പോ എങ്ങനെ ഈ കാലിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ഭാരങ്ങൾ ഒഴിവായ പോലെ നമുക്ക് തോന്നുമല്ലോ. അല്ലെങ്കിൽ എഴുതി ഒഴിവാക്കുക. അങ്ങനെ ഈ കാലിയായ മനസ്സിലേക്ക് നല്ല പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരിക. ഈ പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ആദ്യത്തെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയായാലും ഓടിയെത്തുമല്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ഇറ്റ്സ് ഓക്കെ. അപ്പൊ മനസ്സിൽ നമ്മളൊരു വാതിൽക്കൽ ഒരു സങ്കല്പം സങ്കല്പിക്കുക, അകത്താളുണ്ട്, ഒഴിവില്ല എന്നുള്ളത് ഒരു സങ്കല്പം. എന്നാലും ഇവ തർക്കത്തിന് വരും, ഈ നെഗറ്റീവ് ചിന്തകൾ. അപ്പോഴൊക്കെ നമ്മൾ ഈ ആരോഗ്യമുള്ള ഈ പോസിറ്റീവായ ചിന്തകളെ കൊണ്ട് പിന്നെ ഈ നെഗറ്റീവായ ചിന്തകളെ ഓടിക്കാൻ കഴിയുമെന്നാ പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് സമാധാനമുള്ള ഈ മനസ്സുണ്ടാക്കാന് നമ്മള് ഇപ്പോ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒന്നും എഴുതുകയോ വായിക്കുകയോ ഒന്നും ചെയ്യണ്ട, ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ശാന്തമായിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിൽ നല്ല ഇമേജ് കൊടുക്കുക. ഇപ്പോ നമ്മൾ ബീച്ചിന്റെ അടുത്തുള്ള ഒരു സൂര്യാസ്തമയം, അതുപോലെ തന്നെ നല്ല നിലാവുള്ള രാത്രിയിൽ ചന്ദ്രൻ കാണുന്ന, അങ്ങനെ സമാധാനമുള്ള ചിത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുള്ള മനസ്സുണ്ടാക്കാൻ പറ്റുമെന്നാ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഹൗ ടു ഹാവ് എ കോൺസ്റ്റന്റ് എനർജി. നമുക്ക് സ്ഥിരമായിട്ട് എങ്ങനെയാ ഊർജം കിട്ടുക എന്നുള്ളത്. ഇപ്പോ നമ്മൾ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആവേശത്തിൽ ഇറങ്ങും, പക്ഷെ നമ്മുടെ എനർജി കട്ടായി പോയിട്ടുണ്ടാവും, അതിനുള്ള ഒരു ഊർജം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഊർജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ മനസ്സിനെ നമ്മൾ നല്ല പോസിറ്റീവായ ചിന്തകൾ കൊടുത്തുകൊണ്ട് തന്നെ നല്ല അറിവുകൾ ഉണ്ടാക്കുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിലേക്ക് തന്നെ എനർജി വരും. ഇനിയിപ്പോ നമ്മള് മോശമായിട്ട് ചിന്തിച്ച് ഇനിയിപ്പോ എന്റെ ജീവിതം നിറം കെട്ടതാ, ഒന്നും ശരിയായിട്ട് പോകുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ മസിൽസും അതിനനുസരിച്ചിട്ടാ പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഉത്സാഹത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ നമ്മളിലേക്ക് എപ്പോഴും നല്ല എനർജി പാസ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രെയർ ഈസ് എ പവർ. നല്ല വിശ്വാസത്തോടെയുള്ള ശരിക്കുള്ള പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പവർ ഉണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സഹപാഠിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ലോകത്തുള്ള എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഈ പ്രാർത്ഥനയുള്ള ഈ കരുണ, സ്നേഹം, പിന്തുണ, ഇതൊക്കെ ഒരു വൈബ്രേഷൻ ആയിട്ട് അവരിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക.
അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഭാഷയിൽ ലളിതമായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ നമ്മളോട് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ മോശമായവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഈ നീരസം കളയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു ക്രിയേറ്റ് ഓൺ ഹാപ്പിനെസ്. എങ്ങനെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക, എങ്ങനെയാ നമ്മൾ അത് ഉണ്ടാക്കാം? ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു ചാനൽ പരിപാടിയിൽ ഒരു പ്രായമുള്ള ഒരാളാ ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോ അയാൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നത്, ഓഡിയൻസിനൊക്കെ അയാള് നല്ലോണം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോ പരിപാടി കഴിഞ്ഞപ്പോ ഓഡിയൻസ് ഒക്കെ ചോദിച്ചു എന്താ ഇതിന്റെ ഒരു രഹസ്യം എന്ന്. അപ്പോ അയാൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന് വലിയൊരു രഹസ്യമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാൽ എന്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ സന്തോഷത്തോടെ ഇരിക്കാം, അല്ലെങ്കിൽ സന്തോഷം വേണ്ടാന്ന് വെക്കാം. അപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ആ ഒരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ എന്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് പോകുന്നില്ല, എല്ലാം മോശമായിട്ടാണ് പോകുന്നത്, എന്റെ ബിസിനസ് എല്ലാം കുഴപ്പമാണ്, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാ സംഭവിക്കുന്നത്. നേരെ മറിച്ച് എപ്പോഴും നമ്മൾ പറയാം ജീവിതം മനോഹരമാണ്, നല്ല ഭംഗിയുള്ളതാണ്, നന്നായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ ഫോർഗീവ് ചെയ്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ സന്തോഷം ഓട്ടോമാറ്റിക്കലായി എത്തും. പിന്നെ നമ്മുടെ രോഷവും ആകുലതയും അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ഈ വിചാരങ്ങൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ചിന്തയെയും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെയൊക്കെ തകർത്ത് കളയും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഉള്ളിൽ വെക്കണമെന്നല്ല പറയുന്നത്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മനസ്സിനെ പരമാവധി ശാന്തമാക്കി നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഹോപ്പ് ഫോർ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്. ഏറ്റവും നല്ലത് ചിന്തിക്കുക, അത് നമ്മളിലേക്ക് വരും. ഇപ്പൊ നമ്മൾ പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിലും നെഗറ്റീവ് ആയാലും അത് വരും. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അറിയൂലേ? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പ്രപഞ്ചം നമ്മളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ നല്ലത് തന്നെ, കാര്യങ്ങളൊക്കെ എത്ര മോശമായിട്ടാണെങ്കിലും നമ്മൾ നല്ലത് തന്നെ ചിന്തിക്കുക, നല്ലത് തന്നെ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് ഡോണ്ട് ബിലീവ് ഇൻ ഫെയിലിയർ. നമ്മൾ പരാജയത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോ നെപ്പോളിയന്റെ ഒരു വാക്കുണ്ട്, എന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്നുള്ള ഒരു വാക്കില്ല എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും പറയാം, എന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്നുള്ള വാക്കില്ല, ഞാൻ വിജയിക്കാൻ ജനിച്ചവളാണ്. അങ്ങനെ തന്നെ ഇത് നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് അനുസരിക്കൂല, എന്നാലും നമ്മൾ ഇത് അനുസരിപ്പിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് എടുക്കാം. നമ്മൾ ദിവസവും കാണുന്ന കണ്ണാടിയിൽ ഇത് എഴുതി ഒട്ടിക്കാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പതിയുവോളം പിന്നെ ഞാൻ വിജയിക്കാൻ ജനിച്ചവളാണ്, എനിക്ക് എന്റെ വിജയം എന്റെ എന്താണ് പിന്നെ അവകാശമാണ് എന്നൊക്കെ അല്ലെങ്കിൽ നമ്മളെ പോക്കറ്റിൽ ഇടാം. അങ്ങനെ നമ്മളെ മനസ്സിനെ നമ്മളത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ബ്രേക്ക് ദ ഹാബിറ്റ് ഓഫ് വറി. നമ്മുടെ ഈ ആദി പിടിക്കുന്ന ശീലം നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ വിശ്വസിക്കണം, ഇത് എന്റെ ഈ ആദി പിടിപ്പിക്കുന്ന ശീലം എന്റെ സൃഷ്ടാവിന്റെ സഹായത്താൽ എനിക്കിത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോ നമ്മൾ പലപ്പോഴും ഈ ഭയത്തിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വരാൻ പോകുന്നതിലുള്ള ഒരു ഇമാജിനേഷൻ ആയിരിക്കും, ഒരു ഭാവന കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഭയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ മനഃപൂർവ്വം ഭയത്തിൽ നിന്ന് മുക്തായിട്ടുള്ള ഒരു ചിത്രം കൊടുക്കുക. അപ്പോ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും അത് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഈ നമ്മൾ പ്രതീക്ഷയുള്ള മനുഷ്യരായിട്ട് എപ്പോഴും കൂട്ടുകൂടാൻ ശ്രമിക്കുക. പിന്നെ ഈ ആദി സ്വഭാവമുള്ള എത്ര ആൾക്കാരെ നമുക്ക് അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുക, അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. അപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആദി സ്വഭാവവും മാറിക്കിട്ടും എന്നാ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ബിലീവ് ഇൻ സൊല്യൂഷൻ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. ആദ്യം തന്നെ നമ്മൾ വിശ്വസിക്കണം എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് എന്നുള്ളത്. അപ്പോ പിന്നെ ഇത് നമ്മൾ ഇനി എന്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഇല്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ തലച്ചോറിനെയും അത് ബാധിക്കും. അപ്പോൾ ഓരോ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ട് എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ സംഭവം, അതൊന്നും പരിഹരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ കാണാതെ ഒരു പ്രശ്നത്തെയൊക്കെ ലാഘവത്തോടെ കാണുക. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പരമാവധി ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, പരമാവധി വാക്ക് തർക്കങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് മനസ്സിനെ ശാന്തമായിട്ട് നിർത്താൻ ശ്രമിക്കുക.
അപ്പോ പിന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തെ നമ്മൾ തീറ്റിപ്പോറ്റുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നല്ല അറിവുകൾ കൊടുത്തുകൊണ്ട്, നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മനസ്സിനെയും നന്നായിട്ട് തീറ്റിപ്പോറ്റുക എന്നുള്ളത്. അത് അങ്ങനെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ വരിക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതുക്കി പണയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു സാബിറ മാം. താങ്ക് യു സാബിറ മാം. വളരെ മനോഹരമായ ഒരു ക്ലാസ് തന്നെയാണ് രാവിലെ കേൾക്കാൻ സാധിച്ചത്. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച്, അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടതിനെ കുറിച്ചും പോസിറ്റീവ് എഫർമേഷനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്ന സാബിറ മാഡത്തിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ.